നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. പുതിയ സമാധാന കരാർ, അതിലെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഹമാസ് അംഗീകരിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതിൽ 60 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കും എന്നൊരു നിർദ്ദേശവും ഉൾപ്പെടുന്നുണ്ട്. ഹമാസും ഇസ്രയേലും അവരുടെ ബന്ദികളെ പരസ്പരം കൈമാറും. കുറച്ച് ബന്ദികളെ കാണുകയുള്ളൂ, എന്നിരുന്നാലും അത്രയും ബന്ദികളെ കൈമാറുമെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈജിപ്ത്, അമേരിക്ക, അതുപോലെ തന്നെ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇതിന് മധ്യസ്ഥത വഹിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ ഈ രണ്ട് കൂട്ടരോടും അവരോട് സംസാരിച്ചുകൊണ്ട് സമാധാന കരാറിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അവരിപ്പോഴും മൗനത്തിൽ തന്നെയാണ്. എന്തായിരിക്കും ഹമാസ് ഈ ഒരു അവസരത്തിൽ ഇത്തരമൊരു നിർദ്ദേശങ്ങൾ അത് അംഗീകരിക്കാനായിട്ടുള്ള കാരണം? അതിൽ ഒന്നാമത്തെ കാരണം നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ജനങ്ങളുടെ ഒരു ദുരിതം, ഗസയിലുള്ള ജനങ്ങളുടെ ദുരിതം തന്നെയാണ് ഇപ്പോൾ ഹമാസ് ഇത്തരമൊരു നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായിട്ടുള്ള പ്രധാന കാരണം. ഗസയുടെ അതിർത്തികൾ അത് മിക്കതും ഇസ്രയേലിന്റെ പക്കലാണ്. അവിടെ നിന്ന് വേണം ഭക്ഷണം, മരുന്ന്, അതുപോലെ വെള്ളം തുടങ്ങിയവ കടന്നു വരേണ്ടത്. ബോർഡർ എപ്പോൾ തുറക്കണം, എപ്പോൾ സാധനങ്ങൾ കടത്തിവിടണം, എത്ര കണ്ട് സാധനങ്ങൾ കടത്തിവിടണം, ഇവയെല്ലാം തീരുമാനിക്കുന്നത് ഇസ്രയേലാണ്. യുദ്ധത്തിൽ തിരിച്ചടികൾ ഏറ്റിട്ടുണ്ടെങ്കിലും ഗസയിലെ ബോർഡറുകളുടെ കാര്യം വരുമ്പോൾ അവിടെ തീരുമാനമെടുക്കുന്നത് ഇസ്രയേൽ തന്നെയാണ്. ഹമാസിന്റെ കൈകളിൽ ആയുധം എത്താതിരിക്കാനാണ് ഇത്തരമൊരു നടപടി എന്ന് ഇസ്രയേൽ പറയുമ്പോഴും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗസയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഹമാസ് ഇത്തരമൊരു നിർദ്ദേശത്തിന് വഴങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കുറച്ചുകൂടെ സമയം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തി വീണ്ടെടുക്കാനായിട്ട് സഹായകരമായിരിക്കും. കാരണം നിരന്തരമായിട്ടുള്ള യുദ്ധമാണ്. അതിനിടയിൽ കുറച്ച് സമയം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, യുദ്ധമില്ലാതെ കുറച്ച് സമയം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഹമാസിന് തന്നെ ശക്തി വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടും ചില മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് സംബന്ധിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇറാന്റെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ആയത്തുള്ള അലി ഖംനായിയുടെ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്കയും ഇസ്രയേലുമായിട്ട് ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധത്തിൽ ഏർപ്പെട്ടേക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഒരു മുന്നറിയിപ്പ് കൂടെ വരുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റ് ആകെ ഒരു ആശങ്കയിലാണ്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് തന്നെയാണ് ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടത്. ആദ്യം ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുകയും ഇതിനുള്ള മറുപടിയായിട്ട് ഇറാൻ ആയിരക്കണക്കിന് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളുമാണ് ഇസ്രയേലിലേക്ക് അയച്ചത്. ഇറാന്റെ ആ ഒരു അറ്റാക്ക് ഇസ്രയേലിൽ വൻ നാശനഷ്ടമാണ് അന്നുണ്ടാക്കിയത്. ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരമൊരു പ്രത്യാക്രമണം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ആയത്തുള്ള അലി ഖംനായിയുടെ പ്രധാന ഉപദേഷ്ടാവായിട്ടുള്ള യഹ്യ നഹീം സഫായി ഇറാനിയൻ മാധ്യമങ്ങളോടാണ് അടുത്തിടെ തന്നെ മറ്റൊരു യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതിനുശേഷമുള്ള സ്ഥിതിഗതികൾ വളരെയധികം ഗുരുതരമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാൻ ഇനി മിസൈലുകൾ, അതുപോലെ തന്നെ ഡ്രോണുകൾ, സൈബർ ആക്രമണ ശേഷി തുടങ്ങിയവയെല്ലാം തന്നെ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രസ്താവനകൾ പലതും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എടുത്തു പറയാനുള്ള കാര്യം, ഇദ്ദേഹം അലങ്കരിക്കുന്ന ആ ഒരു സ്ഥാനം, അതായത് ആയത്തുള്ള അലി ഖംനായിയുടെ ഉപദേഷ്ടാവ് എന്നുള്ള സ്ഥാനം, അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം വളരെയധികം ആശങ്കയോടുകൂടി തന്നെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. എന്നാൽ എന്താണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകാനായിട്ടുള്ള ഇപ്പോഴത്തെ കാരണം? അമേരിക്കയും ഇസ്രയേലും ഇറാനിലുള്ള ആണവ പദ്ധതികൾ, അതിൽ നിന്ന് ഇറാൻ പിന്തിരിയണം എന്ന രീതിയിൽ നിരവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് പല രീതിയിലാണ്. ഇപ്പോൾ സാമ്പത്തിക ഉപരോധം, അതുപോലെ തന്നെ സൈനിക ഭീഷണി, അങ്ങനെയുള്ള നിരവധി വഴികൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് കൊണ്ട് അദ്ദേഹം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങില്ല. മറ്റൊരു യുദ്ധം വന്നാൽ അത് അവസാനിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ഇതെല്ലാമാണ് അദ്ദേഹം തന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽ ജസീറയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രയേലിനൊരു മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് ഇസ്രയേലിന് കൊടുത്തിട്ടുള്ള പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു ഇഷ്യൂ, അവിടെ ഒരു സമാധാന കരാർ കൊണ്ടുവരാനായി ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നുണ്ട്. സമാധാന കരാർ എന്നല്ല, അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതി
ഇപ്പോൾ ലബനൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ലബനൻ സർക്കാർ മാത്രമാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള ഇത്തരമൊരു കാര്യത്തെ അംഗീകരിച്ചിട്ടില്ല. കാരണം ഇത്തരമൊരു പദ്ധതിയുടെ ലക്ഷ്യം തന്നെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അതിനിടെ ട്രംപിന്റെ ഒരു ദൂതൻ ഇപ്പോൾ ലെബനനിലെത്തി ഇപ്പോൾ ഇസ്രയേലിനോട് പറയുകയാണ്, നിങ്ങളും ഈ ഒരു പദ്ധതിയിൽ പങ്കുചേരണമെന്ന്.